ചാനലുകാരെല്ലാം കണ്ണീരിനോട് സലാം പറഞ്ഞ് കോമഡിയെ മുറുകെ പിടിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. വയറ്റത്തടിച്ചിട്ട് കോമഡി, കത്ത് വായിച്ചിട്ട് കോമഡി, ഫോൺ ചെയ്തിട്ട് കോമഡി, അങ്ങനെ എന്ന് വേണ്ട എങ്ങനെയൊക്കെ മനുഷ്യനെ ചിരിപ്പിക്കാം എന്ന് തല പുകഞ്ഞ് ആലോചിക്കുകയാണ് ഈ കൂട്ടർ. ഏതായാലും നമ്മുടെ പ്രമുഖ ചില ചാനലുകളിൽ ഒരേ പ്രോഗ്രാം തന്നെ പല പേരിൽ അവതരിപ്പിക്കപ്പെടുന്നു. അങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഫോൺ പ്രോഗ്രാമാണ് അടുത്തത്. ഇത് അവതരിപ്പിക്കുന്നത് നിസ്സാരക്കാരനല്ല, നമ്മുടെ ലീഡർ. മാന്യ പ്രേക്ഷകർക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട കല്യാണി കളവാണി ബോറടി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും കൂട്ട് ഇന്നും ധാരാളം കുത്തുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ക്ഷമിക്കണം, കത്തുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കത്ത് ആരുടെയും നമുക്ക് നോക്കാം. വളരെ മനോഹരമായ വാഴയിലയിൽ പൊതിഞ്ഞ ഒരു കത്താണ്. ഇത് ആരാ അയച്ചിരിക്കുന്നത് നോക്കാം. ഇത് മുത്തിങ്ങ വനഭൂമിയിൽ നിന്നും കുറേ അമ്മമാരെ എഴുതിയിരിക്കുന്നതാണ്. പ്രിയപ്പെട്ട വല്യപ്പ, നിങ്ങളുടെ ബോറടി ടൈം വളരെ നന്നാകുന്നുണ്ട്. താങ്ക്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആണ് ഞങ്ങളുടെ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. നിങ്ങളെ ടി വിയിലൂടെ കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും തലയിൽ കൈവച്ച് പ്രാകാനും തോന്നുന്നു. വളരെ സന്തോഷം. നിങ്ങളുടെ ബോറടി ടൈം ഞങ്ങളെ കാട്ടിലുള്ള എല്ലാ ജന്തുജാലങ്ങളും കണ്ടതിന് ശേഷം മാത്രമേ ഉറങ്ങാറുള്ളൂ. അപ്പോൾ എൻ്റെ പരിപാടി മനുഷ്യൻ മാത്രമല്ല ജന്തുക്കളും കാണാറുണ്ട് എന്നെനിക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു കോമഡി രംഗം സംപ്രേഷണം ചെയ്യാനാണ്. അതിക്ക് മുമ്പ് ഈ കത്തയച്ചിരിക്കുന്ന ജാനമ്മയെ, ആദിവാസികളുടെ നേതാവ് ജാനമ്മയെ നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ഹലോ 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 ഹലോ, ജാനമ്മയുടെ വീടാണോ? അതെ, ജാനമ്മയാണ്. ഇത് ബോറടി ടൈമിൽ നിന്നാണ്. അയ്യോ, ബോറടി ടൈമിൽ നിന്നാണോ? അതെ, ഞാനൊരു കത്തയച്ചിരുന്നല്ലോ. നിങ്ങളുടെ അതിമനോഹരമായ കത്തും വാഴയിലയും ഇവിടെ കിട്ടി. ആണോ? അതെ അതെ, ഞങ്ങൾക്കിവിടെ തിന്നാനൊന്നുമില്ല, അതുകൊണ്ടാ വാഴയില അയച്ചത്. തിന്നാനൊന്നും ഇല്ലെങ്കിൽ നല്ല കാട്ടുകിഴങ്ങ കാണും, അത് പറിച്ച് പുഴുങ്ങി തിന്നാ മതി. അല്ലാണ്ട് എന്നെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല ഇപ്പോ. ആണോ? അതെ അതെ. പറയൂ. നിങ്ങൾ ഈ 5 ഏക്കർ ഭൂമി തരാന്ന് പറഞ്ഞിട്ട് തന്നിരുന്നോ? തന്നില്ല, ഞങ്ങളെ പറ്റിച്ചു. നിങ്ങളെ പറ്റിച്ചു? അല്ല, നിങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങൾ മുഖ്യമന്ത്രിയും കിടന്ന് തുള്ളണേണ്ടപ്പോ ഞാൻ ഓർത്ത് ഇപ്പോ മലമറിച്ച് തരുമെന്ന്. ഒന്ന് തന്നില്ലല്ലേ? വെറുതെ വാഗ്ദാനങ്ങൾ മാത്രമേ തന്നോളൂ. എന്ത് വാഗ്ദാനങ്ങൾ മാത്രം? രാഷ്ട്രീയക്കാരെ കൊണ്ട് വാഗ്ദാനം അല്ലാതെ വേറെ എന്ത് കൊടുക്കാൻ പറ്റും? അത് പറഞ്ഞിട്ട് കാര്യമില്ല, സാഹചര്യമാ. അതെ, കേന്ദ്രത്തിൽ നിന്ന് ഓർഡർ കിട്ടിയാലേ തരുള്ളൂ. അത് ശരി. ഒരു കാര്യം ചെയ്യും, അടുത്ത തെരഞ്ഞെടുപ്പിന് എന്നെങ്കിലും മുഖ്യമന്ത്രിയാക്കാൻ നോക്ക്. നിങ്ങളെ മുഖ്യമന്ത്രിയാക്കിയിട്ട് എന്താ കാര്യം? അല്ല, വാഗ്ദാനം വീണ്ടും തരാം. നിങ്ങൾ ഇങ്ങനെ വാഗ്ദാനങ്ങൾ തന്നുകൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അല്ല, വാഗ്ദാനം പുഴുകി തിന്നാലും വിഷമം മാറും. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങളുടെ ഈ പരിപാടിയിൽ നിന്ന് ആർക്കാണ്ടൊക്കെ സമ്മാനം കൊടുക്കണമെന്നുണ്ടെന്ന് പറയുന്ന കേട്ടില്ല. അല്ല, സമ്മാനം തരുന്നുണ്ട്. എന്ത് സമ്മാനാ തരാൻ പോകുന്നേ? 1 ഗ്രാം തങ്കത്തിൽ പൊഴിഞ്ഞ ഗുരുവായൂരപ്പന്റെ ഒരു പ്ലാസ്റ്റിക് ലോക്കറ്റ് നിങ്ങൾക്ക് സമ്മാനം ലഭിച്ചിട്ടുണ്ട്. ആണോ? അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയായിരുന്നു. അതാരെ തന്നെ? 1 മാസം മുമ്പ് പോലീസുകാരെ കൊണ്ടുവന്ന് തന്നു. തന്നേർന്നില്ലേ? നല്ല സമ്മാനമായിരുന്നു. അത്രേ പോലീസുകാരെ കൊണ്ട് കഴിയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു കോമഡി രംഗം വേണ്ടി സംരക്ഷണം ചെയ്യാം. അതോ പാട്ട് വേണോ? പാട്ട് മതി ഞങ്ങൾക്ക്. ഏത് പാട്ടാ വേണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ദുരിതവും കഷ്ടപ്പാടും എല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒരു പാട്ട് വേണം. നിങ്ങളുടെ ദുഃഖവും കഷ്ടപ്പാടും ഒക്കെ പ്രതിഫലിക്കുന്ന ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെച്ചുതരാം. ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണോ? അതാ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേ. അതെ, ഈ മുത്തങ്ങയിലെ ജാനമ്മ, അന്നമ്മ, ചിന്നമ്മ അങ്ങനെ കല്യാണം കഴിക്കാത്ത കുറേ അമ്മമാർക്ക് വേണ്ടിയിട്ട്, മുഖ്യമന്ത്രിക്കും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വെളിച്ചമില്ലല്ലോ ഉലക്കാലം പോയായുഗത്തിൽ, എണ്ണമില്ലല്ലോ എഴുത്തുമില്ലല്ലോ ഉലക്കാലം പോയായുഗത്തിൽ, ഊണുമില്ലല്ലോ ഉറക്കമില്ലല്ലോ ഉലക്കാലം പോയായുഗത്തിൽ. ഒച്ചയില്ലല്ലോ ഒലോശയില്ലല്ലോ ഉലക്കാലം പോയായുഗത്തിൽ, അണിയോളം നൂല് വന്നയോ നൂല് തണയോ താണുരുണ്ട്, പാതിമൊട്ട വിണ്ടുപൊട്ടി മേലു ലോകം പോകിയല്ലോ, പാതിമൊട്ട വിണ്ടുപൊട്ടി കീഴ് ലോകം പോകിയല്ലോ. ചുണ്ടുവച്ചല്ലോ നെറുകി വച്ചല്ലോ നെറുകല് കൂട്ടി വരം കൊടുത്തേ, മോദകരിയോ നീലകരിയോ മണ്ടനരുക്കു വരം കൊടുത്തേ, എഴുന്നു പറന്നെഴുന്നൂറ് കഥം താണു പറന്നു 400 കഥം, ചെന്നിരിക്കാൻ
മാന്യ പ്രേക്ഷകർക്ക് കല്യാണി കളവാണി ബോറടി ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രണ്ടാമത്തെ കത്ത് വായിക്കുന്നതിന് മുമ്പ് ഒരു ഗസ്റ്റ് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്, ഒരു കലാകാരൻ. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. വരൂ, ശരിയായിട്ട് വരൂ. അത്രയും ചേർന്ന് നിൽക്കേണ്ട ഒരു പാറയുടെ അകലത്തിൽ നിന്നോളൂ. നിങ്ങൾ എന്താ പണി? എന്താണ്? ഒരു പണിയില്ല. ഒരു പണിയില്ല? എന്ത് പണി കിട്ടിയാലും ചെയ്യും. എന്ത് പണി കിട്ടിയാലും ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തൊരു പഠിക്കും? ഞാൻ എം.കോം പഠിച്ച ഒരാളാണ് അവിടെ വന്നിരിക്കുന്നു. ഒരു പണിയില്ല. കേരളത്തിൻ്റെ അവസ്ഥ ഇതാ. 10,000 പേർക്കും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കയറിയ മന്ത്രിമാരൊക്കെ ഇപ്പൊ കണ്ണടച്ചിരിക്കുക. അതാ പറഞ്ഞ് എന്നെ ജയിപ്പിക്കണമെന്ന്. അല്ല, ഞാനിപ്പോ ഇവിടെ മിമിക്രി കാണിക്കാൻ വേണ്ടി വന്നാണ് സാർ. മിമിക്രി കാണിക്കാൻ വേണ്ടിയാണ്? എന്താണ് മിമിക്രി ചെയ്യുന്നത്? മിമിക്രി രാഷ്ട്രീയക്കാരെ അനുകരിക്കും. രാഷ്ട്രീയക്കാരെ അനുകരിക്കും. പിന്നെ നടന്മാരെ അനുകരിക്കും. നടന്മാരെ അനുകരിക്കും. ആദ്യമായിട്ട് ആരെ അനുകരിക്കുന്നത്? ഞാൻ രാഷ്ട്രീയക്കാരെ അനുകരിക്കും. രാഷ്ട്രീയക്കാരാ? തുടങ്ങിക്കോളൂ. ആദ്യമായിട്ട് എടുക്കാൻ പോണത് സാറിന്റെ ഒരു ആളാണ്. എന്റെ ആളെന്ന് പറഞ്ഞാൽ എന്റെ എല്ലാ ആൾക്കാരും എന്റെ ആൾക്കാരാ? അതല്ല, അപ്പുറത്തെ ആള്. ഏത്? പ്രതിപക്ഷത്തിരിക്കുന്ന? അതെ. അതിന്റെ ഇപ്പോഴത്തെ ആളാണോ? മറ്റേ ഇതിന്റെ ആള്? എടുത്തോളൂ. അദ്ദേഹം അടുത്ത പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു നേതാവിനെ അനുകരിക്കുകയാണ്. അതാരാന്ന് പറയില്ല, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക. മസിൽ അത്രയും പോരാ, കഷ്ടത്തിലേക്ക് ഇഷ്ടി കഴിച്ച് ശരിക്കും മസിൽ പിടിക്കും. ഇങ്ങനെ ഇരിക്കും. കറക്റ്റാ. അസലായിട്ടുണ്ട്. പണിയില്ല. പണിയെ തരാം. അടുത്ത ആരാ? അടുത്തത് ഇനി നമ്മുടെ സാറിന്റെ ഏറ്റവും വലിയ സുഹൃത്ത് തന്നെയാണ്. എന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ആരാണ്? അവിടെ തന്നെ ഇരിക്കുന്നത്. അവിടെ തന്നെ ഇരിക്കും. മറ്റേ കോമഡിയുടെ ആള്. എടുത്തോളൂ. അത്രയും കറക്റ്റാ. കേരളത്തിലെ രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ കറക്റ്റ്. അസലായിട്ടുണ്ട്. പണിയില്ല. പണിയും തരാം. വേറെ ആരാ ചെയ്യുന്നത്? വേറെ ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രി. ഇപ്പോഴത്തെ കഷിന്റെ ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെയുണ്ട്. എടുത്തോളൂ. അടുത്ത ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. എന്റെ ദൈവമേ, എന്തിനാ ഈ പാപമാൻ എന്റെ ചുമലിലേറ്റ്? കറക്റ്റാണ് സാർ. കറക്റ്റ്. ഒരു നിമിഷം ഞാൻ അദ്ദേഹം തൊട്ടിപ്പുറത്ത് നിൽപ്പുണ്ടെന്ന് ആലോചിച്ചു. അടുത്ത ആരെയാണ്? ഇനി എടുക്കും. എടുത്തോളൂ. നമസ്കാരം. ഇത്രയും കാര്യം വന്നപ്പോൾ മതി. അതിപ്പോ തൂങ്ങണ്ട. വേറെ ആരെയുള്ള? ഇനി നടന്മാരെടുക്കും. എടുത്തോളൂ. ജോസ് പ്രാശ് എന്റെ പഴയ ഒരു സുഹൃത്താ. എടുത്തോളൂ. ഹലോ മിസ്റ്റർ പെരേര. അസലുണ്ട്. എന്റെ സ്വർണ്ണ കോട്ട് കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ എല്ലാവർക്കും മുതല കുടം കാണിക്കാം. വില്ലാണ് സാർ, വില്ലൻ. നന്നായിട്ടുണ്ട്. അടുത്ത ആരെയാണ്? ലാലുലിസ്റ്റ് പണി എടുക്കാം. എടുത്തോളൂ. പണി മമ്മൂട്ടി എടുക്കാം. മമ്മൂട്ടി എടുക്കാം. ഇതോ അംഗം. എങ്ങനെ? ഇതോ അംഗം. നിർത്തിക്കോ. മതി. അസലായിട്ടുണ്ട്. ഇനി വേറെ ആരാ? വേറെ ലാലുലിസ്റ്റ് എടുക്കാം. എടുത്തു. അസലായിട്ട് പറയുക. എന്റെ മതി. ഇനിയിപ്പോ നമുക്ക് ഒരു എഴുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തെ നമുക്കൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കാം. ഒരു കൊച്ചുകുട്ടിയാണ് എഴുതിയിരിക്കുന്നത്, പിറവത്തുന്ന. ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ. മോനെ, ഇത് ബോറടി ടൈമിൽ നിന്നാണ്. മോനെ വെച്ചൊരു വാഴയില ഇവിടെ കിട്ടിയിട്ടുണ്ട്, ഉണങ്ങിയത്. വളരെ മനോഹരമായിരിക്കുന്നു. എനിക്കൊരു കാര്യം പറയണ്ടേ? മോൻ പറഞ്ഞോളൂ. അതെ, ഈ വല്യപ്പന്റെ പരിപാടി ഉണ്ടല്ലോ, അടിപൊളിയാണ്. സന്തോഷം. ഞങ്ങൾ എപ്പോഴും കാണാറുണ്ടല്ലേ? പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും ഒരുമിച്ചിരുന്ന് വഴക്കൂടുമ്പ ഈ സാധനം അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, വഴക്കപ്പ തീരും. അത്രയ്ക്ക് നല്ല പരിപാടിയാണ്. നന്നായിട്ടതുകൊണ്ടല്ല, അതിലും വേറെ സാധനം കേൾക്കുമ്പോ ഒരു വകത്തെറിയൊക്കെ മറന്നു. അതുകൊണ്ടാ. മോനെ, എന്റെ തൊട്ടിപ്പുറത്ത് ഒരു മിമിക്രി കലാകാരൻ വന്ന് നിൽക്കുന്നുണ്ട്. ഒരു മിമിക്രി. അദ്ദേഹം ഒരു നടന്റെ വോയിസില് മോനായിട്ട് സംസാരിക്കും. അത് ഏത് നടനാന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും നല്ല നടനെ ചോദിച്ചോളൂ. ഹലോ മിസ്റ്റർ പെരേര, എന്റെ ഷിപ്പുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി മുതലക്കുളത്തേക്ക് വരൂ. ഹലോ, മനസ്സിലായോ? ഒരു ക്ലൂ കയ്യിലിരിപ്പുണ്ട്. ഒന്നുകൂടി എടുക്കാം മോനെ. എടുത്തോളൂ. ഹലോ മിസ്റ്റർ പെരേര, എന്റെ ഷിപ്പുകൾ ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലായോ? എനിക്ക് മനസ്സിലാവണില്ല. അല്ല, ഒന്നുകൂടി നോക്ക്. ഒന്നുകൂടി. സ്വർണ്ണ ഗോൾഡുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിന്റെ ഷിപ്പ് എത്തിക്കഴിഞ്ഞാൽ ഹലോ മിസ്റ്റർ പെരേര. സ്വർണ്ണ പണിക്കാരനാണോ? അല്ല, മോന് തെറ്റുപറ്റിപ്പോയി. ഇപ്പോൾ അദ്ദേഹം എടുത്ത നടന്റെ പേര് കുഞ്ചൻ. കറക്റ്റ്. അപ്പോ പരിപാടി വളരെ മനോഹരമായിരിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമ്മാനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. പ്രോംപ്റ്റൻ പൊട്ടൻ കമ്പിൾസ് ഒരു വക. അല്ല അതിക്ക് മുമ്പ് അല്ല മതി, നന്നായിട്ടുണ്ട്. ഒരു ഗിഫ്റ്റ് ഉണ്ട് പൊട്ടൻ കമ്പിൾസിന്റെ ഒരു ഇതാണ് കൂടോത്ര പോയി. പിന്നെ കൂടാതെ ജന്തുസ്ഥാൻ ലിവറിന്റെ 1 കിലോ കപ്പ വീട്ടില് കാരണന്മാരൊക്കെ ഉണ്ടാവും, ഒരുപാട് പേരുണ്ട്, കൊണ്ടുപോയി പുഴുകി തിന്നു. പിന്നെ ചക്കച്ചുള ഫെയർനെസ് ആൻഡ് ഓയിൽസിന്റെ ഒരു വക കാറിച്ച വെളിച്ചെണ്ണ അതും നിങ്ങൾക്ക് സമ്മാനമായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം. മാന്യ പ്രേക്ഷകർക്ക് കല്യാണി കളവടി ബോറഡി ടൈമിലേക്ക് മൂന്നാമതും സ്വാഗതം. അടുത്ത കത്ത് ആരുടെയും നോക്കാം. ഇത് കട്ടപ്പനയിൽ നിന്നും കുട്ടപ്പനാണ് എഴുതിയിരിക്കുന്നത്. ദൈവമേ, ഈ ചൊറിയെണ്ണത്തിലെ കത്താണ്. ഇത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഏതായാലും കുട്ടപ്പനെ ഒന്ന് വിളിച്ചു നോക്കാം. അതിക്ക് മുമ്പ് ഒരു കലാകാരൻ കൂടി എത്തിച്ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും മിമിക്രിയിൽ ഡോക്ടറേറ്റ് നേടിയ ആ കലാകാരനെ, ആ അത്ഭുത പ്രതിഭയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ. കമോൺ. നമസ്കാരം. നമസ്കാരം. ഓസ്കാർ, ഹുണ്ടായി കാർ, അന്വേഷിക്കോ. നമുക്ക് പരിപാടി കാണാൻ ഒരുപാട് പ്രേക്ഷകർ ടി വിയുടെ മുമ്പിൽ കാത്തിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? മിമിക്രി കാണിക്കും. മിമിക്രിയിൽ എന്താണ് ചെയ്യുന്നത്? ആക്ടിങ്. ആരുടെ ആക്ടിങ്? ഇമിറ്റേറ്റിംഗ്. ആരെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്? ഹായ്, അദ്ദേഹം പക്ഷി മൃഗാദികളെയൊക്കെയാണ് ഇമിറ്റേറ്റ് ചെയ്യുന്നത്. കേരളത്തിൽ കമ്പ്യൂട്ടറിൻ്റെ വോയിസിൽ വരെ കലാകാരന്മാർ ഗാനങ്ങൾ നടത്തി കഴിഞ്ഞു. ഡൽഹിയിൽ പക്ഷി മൃഗാദികളുടെ സൗണ്ട് വരെ ചെന്നിട്ടുള്ളൂ. ആയിക്കോട്ടെ, ആദ്യം ഏത് മൃഗത്തിൻ്റെ ശബ്ദം എടുക്കുന്നത്? ആര്? ഏ കോഴി. അതല്ല. ഏ കോഴി ഏ കോഴി ഇടുന്നേക്കേ പകല്. പകല്. ആ, ഒരു കോഴി പകല് മുട്ടയിടുന്ന ഒരു രംഗം അദ്ദേഹം കാണിക്കും. അത് ഈ കോഴി മുട്ടയിടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം അദ്ദേഹം പുറപ്പെടുവിക്കും. പാവം. അസലായിട്ടുണ്ട്. ഈ കോഴി ആദ്യമായിട്ടാണ് മുട്ടയിടുന്നത്. വളരെ പ്രയാസപ്പെട്ട്, അതുകൊണ്ട് ചോദിച്ചാ. ഇനി അടുത്തേതാ? ഈ കോഴി മുട്ടയിട്ടതിന് ശേഷം ഉണ്ടാവുന്ന ആ സന്തോഷ പ്രകടനം കാണിക്കും. അസലായിട്ടുണ്ട്, വളരെ മനോഹരം. അടുത്തേതാണ്? ഈ കോഴി മുട്ടയിട്ടതിന് ശേഷം ഇതിൻ്റെ ഈ മുട്ടയുടെ സ്പോൺസറായ പൂവൻകോഴി അവിടുന്ന് റിപ്ലൈ എങ്ങനെയാണ് പുറപ്പെടുവിക്കുന്നത് എന്ന് ഇദ്ദേഹം കാണിക്കും. നല്ല അസലായിട്ടുണ്ട്. ഈ പണിക്ക് തന്നെ സ്ഥിരമായിട്ട് പോയിക്കൂടെ? ആര്? കാക്ക. കേരളത്തിന്റെ ദേശീയ പക്ഷിയായ കാക്കയുടെ വോയിസ് എടുത്തോ. എന്റെ ദൈവമേ, എന്ത് ഇതാണ് കലാകാരൻ. എന്തോ സുപ്രഭാതം. അസലായിട്ടുണ്ട്. അതെ, ഇനി മിമിക്രി അവിടെ നിർത്തിക്കോ. ഒരു കലാകാരനാണ് ഈ കത്തയച്ച. ആ കലാകാരന്റെ വീട്ടിലേക്ക് നമുക്കൊന്ന് വിളിക്കാം. ഹലോ. കുട്ടപ്പനാണോ? നിന്റെ അപ്പനാടാ. ഹലോ, ഇത് കല്യാണി കളവാണി ബോറഡി ടൈമിൽ നിന്നാ വിളിക്കുന്നത്. ആ ബോറഡി ടൈം കുട്ടപ്പനാണ് സംസാരിക്കുന്നത്. അതെ, നിങ്ങളയച്ച ഈ ചൊറിയണ്ണത്തിൽ പോയി എഴുത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയാ? ദേഹം മുഴുക്കെ ചൊറിഞ്ഞിരിക്കപ്പോ. നന്നായി. ഹലോ പറയൂ. നമ്മുടെ ഒരു വിശിഷ്ട അതിഥി, ഒരു മിമിക്രി കലാകാരൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആർട്ടിസ്റ്റ് അവിടെ നിൽപ്പുണ്ടോ? അതെ, അത് ഡൽഹിയിൽ നിന്ന് വന്ന ഒരു പ്രതിഭയാണ് അദ്ദേഹം. ഡൽഹിയിൽ നിന്ന് വന്ന കലാകാരനാണോ? അതെ. അടൽജിയോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണോ? നേരിട്ട് സംസാരിക്കാം. ഞാൻ സംസാരിക്കാം. ഹലോ, ബോൾട്ടിക്കോ. കുട്ടപ്പൻജി. കുട്ടപ്പൻ ഹേ. ഞാൻ കഴിച്ചു കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഫോൺ വന്നത്. ഒരു ബോൾത്താനുമില്ല. ഇത് നല്ല പരിചയമുള്ള സൗണ്ടുള്ള. ഹലോ. ആരെ സംസാരിക്കണത്? അടൽജിയാണോ? അയ്യോ, എനിക്ക് ഇപ്പഴാണ് എനിക്ക് പിടുത്തം കിട്ടിയത്. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊക്കെ നിർത്തിയിട്ട് പോവാൻ പാടില്ല, വേറെ വല്ല പണിക്ക് പോകാൻ പാടില്ല. എന്നോടാണോ? നിങ്ങളോട് രണ്ടുപേരും കൂടി പറഞ്ഞേക്കണേ.